ഞങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്, ഞങ്ങൾ അഭയാർത്ഥികൾ, എന്റെ വീട്ടുകാർ ഇവിടെ കിടക്കുന്നത്. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? പറയുന്നതിന് ഒരു മാന്യത വേണം. ഓക്കെ, മാന്യത കുറച്ച് കൂടുതലുള്ള ആളാണ് നമ്മളെ മാന്യത പഠിപ്പിക്കാൻ വേണ്ടി രംഗത്തോട് ഇറങ്ങിയിട്ടുള്ളത്. രേണുസുധീന്റെ ഒരു ലേറ്റസ്റ്റ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ചൂടപ്പം പോലെ രാത്രി തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ ലൈറ്റിന്റെ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഇടയ്ക്ക് ഈ ഫോണിന്റെ സ്ക്രീൻ ഈ ദൂരദർശനം ഓടി കളിക്കുന്ന പോലെ ഓടി കളിക്കുന്നുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ക്ഷമിച്ചേക്കുക. അപ്പൊ നമുക്ക് രേണുസുധിയുടെ ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം. മക്കള് അവിടെയായിരിക്കും. ഈ മക്കളെങ്കിലും ഇതിന് ഒഴിവാക്കണം. ഇതുപോലെ ഞാൻ മോശമായിട്ട് കമന്റ്സ് ഇടുന്നവരോടൊരു അപേക്ഷയാണ്. ഈ മക്കളെങ്കിലും ഒഴിവാക്കണം. ചേച്ചി പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള വസ്തുതയുമില്ല. കുട്ടികളെ ഒന്നും നമ്മൾ തീരെ ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നുമില്ല, ചോറ് കഴിക്കുന്ന ആൾക്കാരാണ്. കുട്ടികളെ ഒന്നും ആരും ഇന്നേ വരെ സൈബർ ബുള്ളിങ്ങോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. നിങ്ങളോ നിങ്ങളുടെ ഹസ്ബൻഡും കൂടെ അവിടെ പോയി കിടക്കുന്നത് കൊണ്ടാണ് ആളുകൾ കുറെ അധികം കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുട്ടികളെ പേരും പറഞ്ഞ് വിക്ടിം കാർഡ് ഇറക്കിയിട്ട് വെറുതെ വീണ്ടും നെഗറ്റീവ് കൂട്ടല്ലേ പ്ലീസ്. ഞങ്ങൾക്കും ജീവിക്കണം. ഇങ്ങനെ ഇത് മുഴുവൻ വിട്ടിരിക്കുക, ഈ വിട്ടി മുഴുവനും അമ്പടാ തങ്കച്ചൻ ചേട്ടാ ഇരുന്ന് ചുരണ്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതുപോലെ വിട്ടിരിക്കുക. ഇതാണ് തേപ്പ്, കണ്ടോ? സത്യം പറയൂ തങ്കച്ചൻ ചേട്ടാ, നിങ്ങൾ തന്നെ അത് മുഴുവൻ ഇരുന്ന് ചുരണ്ടി അങ്ങനെ ആക്കിയതല്ലേ? ഈ ചുരണ്ടലിന്റെ അങ്ങനെ ഇത് കണ്ടതുകൊണ്ട് ചോദിച്ചേട്ടാ, എന്ത് വിദഗ്ധമായിട്ടാണ് അത് ചുരണ്ടി പൊളിക്കുന്നത്. ഇവിടെ ഒരു മതില് ഇതാരോ സ്പോൺസർ ചെയ്തെന്ന് അന്ന് അറിയുന്ന ആരാന്നും എനിക്ക് വ്യക്തമല്ല. ഇത് ഈ രണ്ട് ആരോ സ്പോൺസർ ചെയ്തൊരു സാധനമാണ്, ആരാണെന്ന് പോലും അറിയില്ല, എന്നാലും കുറ്റം പറയാൻ അറിയാം. രേണുസുധി പറയുന്ന കള്ളമാണ്, അവരുടെ വീട്ടുകാർ പറയുന്ന കള്ളമാണ്. ഞങ്ങൾ കൊല്ലംകാർ താമസിക്കാനാണ് വീടുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ഒരു അർത്ഥവുമില്ല. അത് കാണുന്നതിനാന്ന് പറഞ്ഞാൽ കൊല്ലംകാര് താമസിക്കാനാണ് വീട്, ഇതൊന്നും ആരും എവിടെയും പറഞ്ഞിട്ടില്ല. സുധിയുടെ അമ്മേനെയാണ് പറഞ്ഞത്, അല്ലാതെ കൊല്ലംകാരെ മുഴുവൻ നിങ്ങൾ കിടക്കുന്ന പോലെ അവിടെ നട്ടിപ്പേർ ഇറക്കണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. സുധിയുടെ അമ്മ അത് നിങ്ങൾക്ക് ഇത്ര വലിയ അപരിചിതയായിരിക്കുമെന്ന് ഞങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കൊന്നും അറിയത്തില്ലായിരുന്നു. അവർ നിങ്ങൾക്ക് ഇത്രയും വലിയ അകന്ന ഒരു ബന്ധുവാണെന്നുള്ളത്. ഓക്കെ, തേപ്പ് ഉൾപ്പെടെ വെള്ളം നനഞ്ഞ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിള്ളേര് നമുക്കല്ല ഞങ്ങളുടെ വീടല്ല ഈ കുഞ്ഞ്. ഈ 5 വയസ്സുകാരന്റെ കാര്യം ഇത് പറഞ്ഞ് പഠിച്ചു വെച്ചേക്കാണേ. ചേച്ചിയും പറയുന്നുണ്ട് പിള്ളേരുടെ രേണുസുധിയുടെ മക്കളുടെ വീട്, രേണു പറയുന്നുണ്ട് പിള്ളേരുടെ വീട്, ഇയാൾ പറയുന്നുണ്ട് ഓക്കെ സമ്മതിച്ചത് അങ്ങനെയാണെന്നുള്ള ബോധം എപ്പോഴും മനസ്സിലുണ്ടായാൽ മതി. അവര് താമസിക്കണ്ടല്ലേ. കിച്ചുവിനെ പോലെ തന്നെ കിച്ചുവിന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പൻ. ഒരിക്കലല്ല കിച്ചുവിനെ പോലെ കിച്ചുവിന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞല്ല ഋതപ്പൻ. കിച്ചു ഈസ് ആൻ ഓർഫൺ. ഋതപ്പൻ അമ്മയുണ്ട്, മറന്നുപോരുത്. ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ. കിച്ചുവിന് 20 വയസ്സായി, അവൻ വലിയ കുട്ടിയായി. ഇളയ കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ, നിങ്ങൾ ഏറ്റെടുത്തോ. നീയൊക്കെ ഒരു തള്ളയാണോ? രണ്ടാമതും ചോദിക്കുക. എന്റെ മുമ്പൊരു വീഡിയോ ചോദിച്ചിട്ടുണ്ട്, തള്ളയാണോ? നീയൊക്കെ കൊണ്ടുപോയി നോക്കിക്കോന്ന്. നൊന്ത് പ്രസവിച്ച ഒരു തള്ള പറയുന്ന വർത്താനാണോ? ഏത് സിറ്റുവേഷനിലാണെങ്കിലും സ്വന്തം കുഞ്ഞിനെ മറ്റുള്ളവരെ ഏറ്റെടുത്തോ എന്ന് പറയാനുള്ള നിങ്ങളുടെ ആ ഒരു മനക്കെട്ടി ഉണ്ടല്ലോ, അതിന്റെ മുമ്പിൽ വരില്ല ഇത്രയും ചെയ്തു കൂട്ടിയ ഒരു കോപ്രായങ്ങളും. നാണെന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ? സ്വന്തം കുഞ്ഞിനെ നോക്കാനുള്ള പ്രാപ്തി ഇല്ലെങ്കിൽ ജനിപ്പിക്കരുതായിരുന്നു. പറഞ്ഞു പോവാണ്, അല്ല പറയിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സുധി മരിച്ച് ഇത്രയും വർഷത്തിനിടയ്ക്ക് നിങ്ങൾ വേറെ ജോലിക്കും വേലയ്ക്കൊന്നും പോയില്ലേ? നാട്ടുകാർ ദാനം തന്ന പൈസ കൊണ്ടാണോ തിന്നും കുടിച്ച് ജീവിച്ചുകൊണ്ടിരുന്നത്? ഇത്രയും വലിയ ദാരിദ്ര്യം പറയുന്നതുകൊണ്ട് ചോദിച്ചു. ഇനിയിപ്പോ നിങ്ങൾ ഈ ആക്ടിംഗ് മേഖലയിൽ ഇത്രയും ഇങ്ങനെ വൈൽഡ് പോപ്പുലറായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് അഥവാ നിങ്ങൾക്ക് ഈ ഒരു ചാൻസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കഞ്ഞി കുടിക്കാൻ എന്ത് ചെയ്യും? ഇപ്പൊ പിന്നെ നിങ്ങൾക്ക് മാസത്തിൽ 31 ദിവസം ഇന്റർവ്യൂ കിട്ടുന്നുണ്ട്, ഷോർട്ട് ഫിലിം ഉണ്ട്, ഫോട്ടോഷൂട്ട് ഉണ്ട്, ആൽബം ഉണ്ട്. ഈ ഒരു പൈസയും കൊണ്ട് നിങ്ങൾ ഇങ്ങനെ കഞ്ഞി കുടിച്ചു പോകുന്നു. കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്ന ഇതൊന്നും ഇല്ലാതാവുമ്പോൾ എന്ത് ചെയ്യും? എവിടെയെങ്കിലും മാന്യമായ ഒരു തൊഴിലിന് പോകണ്ടേ? അല്ലാണ്ട് കാലാകാലം ഇതേ എനിക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുന്ന ആളെ വല്ലതുമാണല്ലോ. അറിയാത്തോണ്ട് ചോദിച്ചാട്ടോ, വല്ലാത്തൊരു അവതാരം. ഈ യോഗ്യനായിട്ട് കയറി ചെയ്യുന്നുണ്ട് യൂട്യൂബ് കൂടെ. രേണുചേച്ചി അങ്ങനെ പറഞ്ഞു, രേണുചേച്ചി ഇങ്ങനെ പോയി, രേണുചേച്ചി അതാണ്, രേണുചേച്ചി ഇതാണ് എന്ന് പറഞ്ഞ യോഗ്യന്മാരായുള്ള യൂട്യൂബർമാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എടാ, ഈ കുഞ്ഞിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുമോ? നിങ്ങൾ ഒരു വാക്കെങ്കിലും നിങ്ങൾ പറഞ്ഞോ? എന്നാ യൂട്യൂബേഴ്സാടാ നിനക്കൊക്കെ. ഞങ്ങൾ എന്താ കുഞ്ഞിനെ കുറിച്ച് പറയേണ്ടത്? 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കുറിച്ചിട്ട് എന്താണ് ഞങ്ങൾ പറയേണ്ടത്? പറയൂ, തങ്കച്ചിനിട്ടൻ പറയൂ. അവനെ കുറിച്ച് എന്താ പറയേണ്ടത്? അവൻ കുട്ടിയാണ്, കളിക്കട്ടെ. അമ്മേന്റെ അപ്പന്റെ ഒക്കെ ഒരു കെയർ കിട്ടി വളരേണ്ട പ്രായമാണ്. രേണുവിന് അതിന് സമയമില്ല, അതുകൊണ്ട് ആ കുട്ടി അങ്ങനെ വളർന്നു പോകുന്നു. ഇത്രയൊക്കെ പറഞ്ഞാൽ മതിയോ? അല്ലാതെ എന്താണ് പറയേണ്ടത്? നിങ്ങൾ തന്നെ പറ. കിച്ചുവിനെ കുറിച്ച് പറയുന്നുണ്ട്, ഋതപ്പനെ കുറിച്ച് പറയുന്നില്ല. അതിന്റെ കുശുമ്പ് കയറിയത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ പറയുന്നത്. ഇതല്ലാണ്ട് വേറൊരു സാധനം സ്റ്റോറി ഇട്ടിട്ടുണ്ട്, അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. ഓ, രേണുസുധിയാണേ. നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ? അയ്യോ, അത് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാനിരുന്ന. ചേച്ചിക്കുണ്ടോ നാണം? ക്യാമറയുടെ മുന്നിലും അല്ലാതെയൊക്കെ എന്റെ കുറ്റം പറയാൻ എന്തൊരു ഇൻട്രസ്റ്റ് എല്ലാത്തിനും. എന്തായാലും ക്യാമറയുടെ മുമ്പിലും അല്ലാതെ നിങ്ങൾ ദാരിദ്ര്യം പറയുന്ന അത്രയും വലിയ ഇൻട്രസ്റ്റ് ഞങ്ങൾ കുറ്റം പറയാൻ കാണിക്കുന്നില്ല മാഡം. എല്ലാത്തിനും എന്റെ ഫാമിലിയുടെയും കുറ്റം പറയാൻ
നാണമില്ലല്ലോ. നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ ഭാര്യയുടെയും നിങ്ങളുടെ മക്കളുടെയും കാര്യം നോക്കുക. അയ്യോ ചേച്ചി, ഞങ്ങൾ അതൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ ഇടയിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഞങ്ങളെ വീട്ടിലെ അച്ഛന്റെയും അമ്മേന്റെയും ഭാര്യേന്റെയും കാര്യങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് ഈ സോഷ്യൽ മീഡിയക്കകത്തോട്ട് ഇടുന്നില്ല. പിന്നെ നേരെ ക്യാമറയും കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല. ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് ഫാമിലിയിൽ ഒരു പ്രൈവസി ഉണ്ട്. നിങ്ങൾക്ക് ഇല്ലാത്ത സാധനം ഞങ്ങൾക്കുള്ള സാധനമാണ് പ്രൈവസി. എന്റെ കാര്യം നോക്കാൻ ഞാൻ നിങ്ങളെ ആരെയും ഏൽപ്പിച്ചിട്ടില്ല, മനസ്സിലായോ? പിന്നെ ആ ട്യൂണ് നിങ്ങൾ ശ്രദ്ധിച്ചോ? പിന്നെ ഞാൻ ഒന്നുകൂടെ കേൾപ്പിക്കാം. ആരെയും ഏൽപ്പിച്ചിട്ടില്ല, മനസ്സിലായോ? പിന്നെ ആ ടോണ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു അത് എന്റെ ഇഷ്ടമാണ്. പിടികിട്ടിയോ? എന്റെ കെട്ടിയോനല്ല നിങ്ങൾ, അല്ലെങ്കിൽ എന്റെ തന്തയല്ല നിങ്ങൾ. ആണെന്ന് ആരെങ്കിലും പറഞ്ഞോ? എന്റെ പൊന്നെ, ഏതെങ്കിലും വകുപ്പിൽ അങ്ങനെ ആവാതിരിക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് ആവാതിരിക്കാനേ നോക്കുള്ളൂ. നിന്റെ തന്തയോ രേഷ്മയുടെ ഭർത്താവോ സഹോദരങ്ങളോ ആയി ജനിക്കാതിരുന്നതിൽ പുണ്യം എന്ന് കരുതുന്നു. ഇത് കുറ്റം പറയുന്നവരോടാ പറയുന്നത്. വീട്ടിൽ ചെന്ന് നേരെ നിങ്ങളുടെ കാര്യം നോക്കുക. ഭാര്യ മക്കളും ഇല്ലാത്തവര് അവനവന്റെ കാര്യം നോക്കി ജീവിക്കുക, എന്റെ അടുത്തല്ല. സോഷ്യൽ മീഡിയക്ക് അകത്തോട്ട് വരുന്ന സാധനങ്ങൾ ഞങ്ങൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യും. ഓക്കെ, അതിൽ നിങ്ങൾ ഇത്ര കിടന്ന് കുരു പൊട്ടിക്കണ്ട. മാറിയിരുന്ന് തുടച്ചോ. ഇതൊക്കെ കണ്ട് രേണുസുതി അങ്ങ് കരഞ്ഞ് തളർന്ന് നെവർ. അത് വെറുതെ നിങ്ങളുടെ തോന്നലുകൾ മാത്രമാണ് സഹോദരങ്ങളെ. സോ ഇതൊന്നും ഞാൻ കാണത്തുമില്ല, എനിക്കതിന്റെ ആവശ്യമില്ല. എന്റെ ദേഹത്തേക്കുന്നത് മാത്രമേ എന്നെ തളർത്തത്തുള്ളൂ, അല്ലാത്ത ഒന്നും എന്നെ തളർത്തത്തില്ല. ഇതൊക്കെ എന്റെ ഫ്രണ്ട്സ് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഓക്കെ, താങ്ക് യു. ഈ പുള്ളിക്കാരി അപ്പൊ ഇതൊന്നും കാണുന്നില്ല കേൾക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പുള്ളിക്കാരിന്റെ ഡയലോഗ് തന്നെ വ്യക്തമായല്ലോ. വേറൊന്നും അല്ല കേട്ടോ. കൂട്ടുകാർ പറയുമ്പോഴെല്ലാം പറയുന്നത്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഏതുനേരം നിങ്ങളെ വീഡിയോസ് മുഴുവൻ ഇരുന്ന് കണ്ടിട്ട് ആളുകൾ എന്തൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വള്ളി വിടാണ്ട് പറഞ്ഞു തരാനാണല്ലോ അവരുടെ പണി. ഒന്നും കാണാറുമില്ല, ഒന്നും കേൾക്കാറുമില്ല. പക്ഷെ നിങ്ങൾക്കൊക്കെ ഞാൻ തളരുന്നില്ലെന്ന് ഇടയ്ക്ക് നിങ്ങളെന്ന് ഓർമ്മിപ്പിക്കും. അത് എന്റെ ഒരു മനസ്സുഖം അല്ലേ? എന്റെ പൊന്നെ ചേച്ചി, നിങ്ങൾക്ക് തരേണ്ടത് അവാർഡ് ശരിക്കും ഓൺ സ്ക്രീനിൽ തരുന്ന അവാർഡൊന്നുമല്ല, ഓഫ് സ്ക്രീനിലാണ് നിങ്ങൾക്ക് അവാർഡ് തരേണ്ടത്. അമ്മാരി പ്രകടനമാണ്. എന്താ പ്രകടനം! അത് കാണുന്നുണ്ടെന്നും നന്നായിട്ട് കൊള്ളുന്നുണ്ടെന്നും അതുകൊണ്ട് ഇങ്ങനെ വന്നിരുന്ന് പറയുകയാണെന്നും നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട് ഉണ്ണി കേട്ടോ. പിന്നെ ഒട്ടും സമയമില്ലാത്ത പുള്ളിക്കാരിക്ക് റീൽസ് എടുക്കാൻ സമയമുണ്ട്. അതെന്തായാലും ഒരു 2-3 ടേക്ക് എടുക്കേണ്ടി വരും. അത് പോസ്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. ഹാഷ്ടാഗ്സും ക്യാപ്ഷനും ടൈപ്പ് ചെയ്യാനുള്ള ടൈമുണ്ട്. ഒരു ദിവസം 2, 3, 4 വീഡിയോസൊക്കെ പുള്ളിക്കാരി റീൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ സമയമുണ്ട്. ഈ വക കാര്യങ്ങൾക്ക് സമയമില്ല. കിച്ചുനൊരു കൺഗ്രാജുലേഷൻ പറയാൻ സമയമില്ല. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇന്നലെ അന്യനും നാനേ അമ്പിയും നാനേ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് പുള്ളിക്കാരൻ വല്ലാതെ അസാധ്യ പ്രകടനങ്ങളൊക്കെ ഒരു ഇന്റർവ്യൂവിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നേരെ ഉൾട്ടടിച്ചിട്ടുണ്ട്. അതൊന്ന് കാണിക്കാട്ടോ. KCDCയിലെ ചെയർമാനായിരിക്കുന്ന ആളെ വീട് വെച്ച് തന്നാൾ ഫിറോസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ സാറെന്നല്ലാതെ അഭിസംബോധന ചെയ്തില്ല. സാറെന്നല്ലേ പറഞ്ഞേ? അക്ഷരം മാറിയിട്ടൊന്നുമില്ലല്ലോ. അല്ല, ഇന്നലത്തെ ഇന്റർവ്യൂവിന്റെ പ്രകടനത്തിന്റെ ഇടയ്ക്ക് എനിക്ക് എന്തോ അക്ഷരം മാറിയോ എന്നൊരു തോന്നൽ. ബാക്കി കേൾക്കാം. കഴിഞ്ഞ ദിവസം വരെ ഇപ്പോഴും അങ്ങനെ തന്നെ എൻ്റെ മനസ്സിൽ സ്നേഹമുണ്ട്. അതുപോലെ ഈ നാട്ടുകാരെല്ലാം പൈസ മുടക്കി കെട്ടണം പിള്ളേർക്ക് വെച്ച് കൊടുത്തതിന് നമുക്ക് വളരെ അവരോട് ബഹുമാനവും സന്തോഷവും, കാരണം നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സംഗതിയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷമുണ്ട്, അവരോട് കടപ്പാടുമുണ്ട്. ഞങ്ങളെ എത്ര സോഷ്യൽ മീഡിയ വഴി തെറി വിളിച്ചാലും പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനൊന്നും ഒരു സങ്കടമില്ല. കാരണം ഞങ്ങൾ അവർക്കൊക്കെ വേണ്ടി ഇതിന് പിന്നിൽ പൈസ മുടക്കി ആർക്കും ഒരു പൈസ ഇങ്ങനെ മുടക്കി അല്ലാത്തവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും. മരണം വരെ അങ്ങനെ ഉള്ളൂ. പൈസ മുടക്കിയവർക്കും പ്രാർത്ഥിക്കും, പൈസ മുടക്കാത്തവർക്കും പ്രാർത്ഥിക്കും. ഇതാരാണ്? തങ്കച്ചനല്ല, വിനയൻ. പേരൊക്കെ മാറ്റേണ്ട സമയമായി. ഇത് തങ്കച്ചനല്ല മക്കളെ, വിനയൻ. എന്തൊരു വിനയം! ഈ ഒരു വിനയൊന്നും അല്ല നമ്മൾ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ കണ്ടത്. അന്യനും നാനേ അമ്പിയും നാനേ. ഇപ്പം അമ്പി അയക്കാണ്. നമുക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഏകദേശം ഈ ഒരു സാധനം കലങ്ങി തെളിയാൻ തുടങ്ങി. ഞാൻ ഈ പുള്ളിക്കാരന്റെ ഇത്രയും സൗമ്യമായിട്ടുള്ള സംസാരം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ബിഷപ്പിന്റെ ഒരു മരണമാസ പെർഫോമൻസ് ഉണ്ടായിരുന്നല്ലോ, അത് കേൾപ്പിച്ചു തരാട്ടോ. എന്ന് പറയുന്ന ഒരു കലാകാരിയുടെ 2 മുഖം, ഡബിൾ ഫേസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം ആരാധന വെച്ചോണ്ട് ആരും എന്റെ അടുത്തോട്ട് വന്ന് ഇതുവരെയും ചോദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അവരെ മാർക്കറ്റ് ചെയ്യും? ഇത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ ചെലവിന് കൊടുക്കാൻ പറയും. എന്തിന്? ആരോഗ്യമുള്ള ഒരു സ്ത്രീക്ക് ആര് ചെലവിന് കൊടുക്കണം? ജോലി ചെയ്ത് ജീവിക്കുന്നവർക്ക് നമ്മൾ എന്തിനാ ചെലവിന് കൊടുക്കുന്നത്? രേണുസുതി അങ്ങനെ മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഓക്കെ. അപ്പൊ ഈ ഒരു അസാധ്യ പ്രകടനം കണ്ടപ്പോ ഞാൻ കരുതി എന്താണെന്നറിയോ, പുള്ളിക്കാരൻ ഈ ഒരു പ്രകടനം കണ്ടിട്ട് സ്ഥലം തന്നത് കൈവിട്ട് പോകും, അച്ഛനെ പിണക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ കണ്ടതുകൊണ്ടായിരിക്കും പെട്ടെന്ന് പ്ലേറ്റ് കമത്തുന്നതാണ്. പക്ഷെ സത്യാവസ്ഥ അതല്ല. ഫിറോസ്, ഈ KCDCന്റെ ഒരു പരിപാടിയുള്ള ആളുണ്ടല്ലോ, ഈ ഫിറോസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഒരു FB പോസ്റ്റ് ഇടുകയുണ്ടായി. അപ്പൊ അതിനുശേഷമാണ് ഇവർക്ക് ഇത്ര മനംമാറ്റം. FB പോസ്റ്റ് വരുന്നില്ല, ഞാനിവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം.
ഫ്ലവേഴ്സ് നിന്ന് ഇവരെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി മേലാൽ ഇവർക്കെതിരെ ഒരു വീഡിയോസോ കാര്യങ്ങളൊന്നും ഇവരോട് ഇന്റർവ്യൂസ് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്റർവ്യൂസോ കാര്യങ്ങളോ കൊടുക്കരുത്, അവരും കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഫ്ലവേഴ്സിന്റെ ചാനൽ നന്നായിട്ടൊന്ന് ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു മനംമാറ്റം. അപ്പൊ ഇതുവരെ അവിടെ ഇവര് പോരാ എന്ന് പറയുന്ന പോരായ്മകളെല്ലാം തന്നെ ഫിറോസ് ആൻഡ് ടീം പരിഹരിക്കുന്നതായിരിക്കും. പിന്നെ എന്തോ ഒരു സർട്ടിഫിക്കറ്റിന്റെ കേസായിട്ട് പറഞ്ഞല്ലോ, ആ സർട്ടിഫിക്കറ്റ് ഇവര് തന്നെ പൈസ അടച്ചിട്ട് ഉണ്ടാക്കേണ്ടതാണ് എന്നും ആ ഒരു കുറിപ്പിനകത്ത് പറയുന്നുണ്ട്. ഇവിടെ കൊടുക്കാൻ നിങ്ങളത് സമയമെടുത്ത് വായിച്ചു കൊള്ളുക. അളക്കാൻ വരുമെന്ന് വിളിച്ച് പറഞ്ഞ ആൾ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ഉണ്ടാക്കിക്കോ. അവിടുന്ന് ഫിറോസ് പറഞ്ഞിട്ടുണ്ട് ചെയ്ത് തരത്തില്ല, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വേണമെങ്കിൽ എഞ്ചിനീയർമാരെ വിളിച്ച് അളന്ന് നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞു ശരി, ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അന്നേരം ഞങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ ചെയ്തു കൊള്ളാന്ന്. ആ ചെയ്ത്താണ് ഇപ്പൊ ഫിറോസിനെതിരെ രേണു ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് വീട് ചോരുന്നുണ്ടോ എന്ന് ആരെയും ചോദിക്കോ? ഇപ്പൊ എന്റെ വീടിന്റെ അവിടെ ഇവിടെ മൂലയും മുക്കുമൂലൊക്കെ പൊട്ടുണ്ട്, ഞാൻ പറയാതെ ഒരാൾ അത് അറിയോ? അവരൊന്നത് ചോദിക്കോ നിങ്ങളുടെ വീടിന്റെ മൂല പൊട്ടിയിട്ടുണ്ടോ? ഒരു പരസ്പരബന്ധമില്ലാത്ത ചോദ്യം ചോദിക്കും. അതൊക്കെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിട്ട് ആലോചിച്ചാൽ പോരാ. അപ്പൊ പണിയും എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ പണി തേക്കുന്നത്. അതുകൊണ്ടാണ് ഫിറോസിനെതിരെയുള്ള ഈ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ. ഭീഷണി തന്നെ. അന്നേരമാണ് ഈ രേണു അതിന് മുമ്പാണ് ഇങ്ങനെ ചോരുന്നുണ്ടെന്ന് ആരോട് ചോദിച്ചു, ചോരുന്നുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് ചോർച്ച തന്നെ ഈ നമ്മളിങ്ങനെ എറിച്ചില്ല തന്നെ അതൊന്നും അറിയത്തില്ല. ഇപ്പം അത്ര ആധികാരികമായിട്ട് ഒന്നും അവർ ചിന്തിക്കാമല്ലോ. നമ്മളിപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരും. ഇതാണ് സംഭവം. രേണു പാവം ചെറിയ കുട്ടിയല്ലേ, ചാറ്റിൽ എന്താ ചോർച്ച എന്താണെന്ന് അറിയില്ല അവക്ക്. രേഷ്മയ്ക്ക് മണ്ണേതാ, പെണ്ണേതാ, പയ്യനേതാ, പ്രതീക്ഷ ഏതാ, ദാസേട്ടനേതാ ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. പക്ഷെ ചോർച്ച എന്താ, ചാറ്റിൽ എന്താന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല, ബോധമില്ല. സ്വന്തം അപ്പം തന്നെ പറയാണ് മോക്ക് ബോധമില്ലെന്ന്. സമ്മതിച്ചു, ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായ കാര്യമാണ്, നിങ്ങൾക്ക് വൈകി മനസ്സിലായി. രേണു സുതി കള്ളം പറഞ്ഞെന്നുള്ള വീഡിയോ വന്നു, പിന്നെ അവിടെ താമസിപ്പിക്കുന്ന ഇതാണ് തന്നെ ഞാൻ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ വന്നപ്പോൾ ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോയിലെ എല്ലാ കാര്യത്തിലും ഞാനും ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം കൂടെ, ഞാൻ ഇനി ഒരു വീഡിയോയിലും ഈ വീടിനെ കുറിച്ചോ ഒന്നും പറയത്തില്ല. മാന്യമായിട്ട് മറ്റുള്ളവരും അതുപോലെ പറയാതിരുന്നാൽ. യൂട്യൂബേഴ്സ് പറയുന്നതല്ല, ഈ നമുക്ക് തന്നവരും ഈ ഓണർമാരും അല്ലെങ്കിൽ അതുപോലെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും നിങ്ങളെപ്പോലെയുള്ളവരോട് തന്നെ വിളിച്ച് ഇതും ഒരു തരം ഭീഷണിയല്ലേ വിനയാ? അല്ലേ? ഇപ്പൊ പറയാ ഞാൻ ഇനി മുതൽ യൂട്യൂബ് വേറൊരാൾക്കും വീഡിയോസോ കാര്യങ്ങളോ ഇന്റർവ്യൂസോ ഒന്നും കൊടുക്കത്തില്ല. പക്ഷേ ഇനി ഇതേമാതിരി ഞങ്ങൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും വീഡിയോയും കൊണ്ടുവരും. അതും ഒരു തരം ഭീഷണി തന്നെയാണ് വിനയാ. ഈ ഒരു പുള്ളിക്കാരന്റെ ഒരു വർഷമായിട്ട് ഈ ഒരു വീട് പണി തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ കൊല്ലം സുധിയുടെ ഉറ്റ സുഹൃത്തായ താജു എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് ഈ ഫിറോസുമായിട്ട് ഇവരെ ലിങ്ക് ചെയ്ത് കൊടുത്തൊരു പുള്ളിക്കാരൻ. അന്ന് ഈ വീട് പണി തുടങ്ങിയത് മുതൽ ഇന്നേ വരെ ഒരു മുഖ്യ പങ്ക് വഹിച്ചൊരു പുള്ളിക്കാരനാണ് ഈ താജു. പുള്ളിക്കാരൻ തന്നെ ഈ വിനയൻ, നമ്മുടെ തങ്കച്ചനല്ല, നമ്മൾ പേര് മാറ്റി, വിനയനായിട്ട് സംസാരിച്ചൊരു വീഡിയോ അല്ല ഒരു ഓഡിയോ പുറത്തു വിട്ടിട്ടുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ കേൾപ്പിക്കാം. ഭീഷണിയാണ് ഗൈസ്. ഞങ്ങൾ ഇട്ടിട്ട് പോകും. ഇവരിട്ടിട്ട് പോയാൽ ആകാശം മുഴുവൻ ഭൂമിയിൽ പതിഞ്ഞിട്ട് ഭൂമിയിലെ ഈ ഒരു മണ്ണ് മുഴുവൻ ആകാശത്തോട്ട് റിട്ട പോണ പരിപാടി എന്തോ ആണ് ഇവർ ഉദ്ദേശിച്ച് വെച്ചേക്കുന്നത്. ഇവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എന്താ ഭീഷണി. ഒരു ചാനലിൽ പോയിരുന്ന ഒരു ചാനൽ അവതാരകൻ ആദ്യം വന്നുണ്ടോ ചോദിക്കത്തില്ല, രേണു നിങ്ങളുടെ വീട് ചോരുന്നുണ്ടോ എന്ന് ചോദിക്കത്തില്ല. അത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയാ അല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പം എന്നോട് ചൂടാക്കി, ഇനി മേലാൽ എന്നെ വിളിച്ചു പോയേക്കലെന്ന് പറയും. എന്നെ ഇന്നലെ വരെ സാറേന്ന് അഭിസംബോധന ചെയ്ത ആള് ഇന്ന് എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി. കേട്ടല്ലോ, അവര് കാര്യം കാണാൻ വേണ്ടി സാറേന്നും വിളിക്കും, കാര്യം കണ്ടു കഴിഞ്ഞാൽ വേറെ പലതും വിളിക്കും. അതാണ് ഗുണം. അത് ഇപ്പൊ അതിന്റെ ശേഷമാണ് റിവീലായി വരുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു. ഈ കിച്ചുവിന് പോക്കറ്റ് മണി കൊടുക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചില യൂട്യൂബേഴ്സ് കിച്ചുവിനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കിച്ചു തന്നെ പറഞ്ഞു 200-300 കൊടുത്തില്ല. ആ ഒരു ലൈനില് പുള്ളിക്കാരി ഒരു 200-300 ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെയാണ്. അല്ലാണ്ട് വലിയ രീതിയിൽ ഒരു 21-22 വയസ്സ് പ്രായമുള്ള ഒരു പയ്യന് കൊടുക്കേണ്ട പോക്കറ്റ് മണിയോ കാര്യങ്ങളോ ഈ സ്ത്രീ അവർക്ക് കൊടുക്കുന്നില്ല. അപ്പൊ കിച്ചുവിന്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബ് വഴി റിവീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ശാരിക എന്ന് പറയുന്ന ഒരു ആങ്കർ വന്ന് പറയുകയുണ്ടായി, എന്തിനാണ് അവരിങ്ങനെ കൊത്തിപ്പറിക്കുന്നത്, കിച്ചുവിന്റെ വീഡിയോ കട്ട് ചെയ്തിട്ട് എടുത്തതാണ്, സ്ട്രൈക്ക് കൊടുക്കുന്ന പറഞ്ഞുകൊണ്ട് ഈ എണ്ണച്ചട്ടി കിടന്ന് വല്ലാതെ മൂപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട്. പുള്ളിക്കാരിന്റെ വിചാരം എന്താ വെച്ചാൽ കിച്ചു ഇപ്പോഴും പാൽക്കുപ്പിയാണെന്നാണ്. പുള്ളിക്കാരൻ നല്ല പ്രായമുള്ള 21 വയസ്സുള്ള ഒരു പയ്യനാണ്. വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഭാഗങ്ങൾ കാണിക്കണം, എന്തൊക്കെ ഭാഗങ്ങൾ കാണിക്കരുത് എന്നുള്ള ബോധം ആ പയ്യനുണ്ട്. പോരാത്തതിന് വന്ന കമന്റുകളിൽ അവനെ ചിന്തിപ്പിച്ച ചില കമന്റുകൾക്ക് അവൻ ലൈക്ക് വഴി മറുപടി കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വിവാദങ്ങൾ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഇതിനി ഒരു വിവാദം ആവണ്ട എന്ന് കരുതി ഒന്ന് പ്രൈവറ്റ്, അറിയാത്തവരും കൂടെ അറിയണ്ട എന്ന് കരുതി ഒന്ന് പ്രൈവറ്റ് ആക്കി വെക്കാനോ അല്ലെങ്കിൽ അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഒരു കാര്യം കിച്ചു കാണിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത്
കിച്ചുവിന്റെ മനസ്സ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ രേണുവിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നു. ഒരുപാട് പേര് എഗൻസ്റ്റ് പറയുമ്പോൾ നിങ്ങൾ പോസിറ്റീവ് പറഞ്ഞാലല്ലേ ഒരു പോസിറ്റീവ് റീച്ചെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. രേണുവിനും ഉണ്ടല്ലോ ഫാൻസ്, അവരുടെ റീച്ചെങ്കിലും കിട്ടട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും. പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങളെ വരുമാനത്തിന് വേണ്ടി യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ആൾക്കാരാണ്. നിങ്ങൾ പാവങ്ങൾ സാമൂഹ്യ പ്രവർത്തനത്തിനൊക്കെ വേണ്ടി ഇടുന്നതല്ലേ. കണ്ടിന്യൂ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ. ഗൈസ്, നമ്മുടെ വീഡിയോസ് കുറച്ച് ലെങ്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇതിങ്ങനെ സാവധാനം കേൾക്കാനുള്ള ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 1.5 അല്ലെങ്കിൽ 1.25 ആ ഒരു സ്പീഡിലൊക്കെ ഇട്ട് കേട്ടുകൊള്ളുക. ഡോണ്ട് വിസിറ്റ്. നമ്മളൊന്ന് വറുത്തു പോരാൻ തന്നെയാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്.